ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 4 to 5 years ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത്. നെക്കിൻ്റെ അവിടേക്ക് ടേബിളായിട്ടും ബാക്കിൽ എലാസ്റ്റിക് വെച്ചിട്ടും ഷോൾഡറിൻ്റെ അവിടുന്ന് ബാക്ക് സൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മുടെ ലൈനിങ് പീസിലാണ് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ മെയിൻ പീസിലേക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ജസ്റ്റ് ഈ ക്വാഡ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എവറി എക്സ്പേർട്ട് വാസ് വൺസ് എ ബിഗിനർ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ലെവൽ അവർ എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഏത് മോഡൽ വന്നാലും അവർ നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, യെസ് എന്ന് പറഞ്ഞിട്ട് അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. മേ ബി ചിലപ്പോൾ കറക്റ്റാവും, അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും. അങ്ങനെ ചെറിയ രീതിയിൽ നിന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ആയി മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലൈനിങ് പീസ് എല്ലാം തന്നെ നമ്മൾ നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ മെയിൻ പീസാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് അതേ സെയിം മെഷർമെൻറ്റിലാണ് നമ്മുടെ മെയിൻ പീസും കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ യോക്ക് പാർട്ടിനെ കണക്ട് ചെയ്ത ബോട്ടം പാർട്ടിന് സെയിം ലെങ്ത്തിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കിൽ എലാസ്റ്റിക് ആയതുകൊണ്ട് വിത്ത് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്ക്കാൻ പറ്റുന്ന ഒരു യൂണിക് മോഡലിലുള്ള ഫ്രോക്കാണ്. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ യോക്ക് പോർഷനും ബോട്ടം പോർഷനും നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ഇതാ നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിയിലായിട്ട് ബാക്കിലേക്ക് ടൈ ചെയ്യുന്ന റോപ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ ആ റോപ്പിൻ്റെ ഭാഗവും ഷോൾഡറും എല്ലാതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് മറിച്ച് കൊടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇനി ബാക്ക് പോർഷനും വളരെ സിമ്പിളാണ്. നമ്മുടെ ലൈനിങ് പീസുമായിട്ട് എലാസ്റ്റിക് വെക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് ഇവിടെ കഴിയാറായിട്ടുണ്ട്. ബാക്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ടിലത്തെ യോക്ക് പോർഷൻ്റെ താഴെ വരുന്ന രീതിയിലാണ് ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് നല്ല ഭംഗിയിൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ സെക്യൂറായിട്ട് സ്റ്റിച്ചസ് ഒന്നും പുറമെ കാണാതെ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നല്ല ഭംഗിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ നമ്മുടെ ഫ്രോക്ക് ഇതാണെന്ന് പറയുമ്പോഴേക്കും നമുക്കിവിടെ മുന്നിലേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മുന്നിലേക്ക് വലിയൊരു സമ്മർ സീസണാണ് വരുന്നത്. സമ്മർ സീസണിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ഭയങ്കര ഫ്രീ ആയിട്ടും നല്ല ഭംഗി ഉണ്ടാവും അവർക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതായി ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ എലാസ്റ്റിക്കായിട്ട് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിനനുസരിച്ച് നിൽക്കുന്നതായ യൂണിക് മോഡലാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ സമ്മർ സീസണിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഇതിനേക്കാൾ അടിപൊളി ഐറ്റായിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.